നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ അഭിഭാഷകർക്കെതിരെ കർശന നടപടിയുമായി UK ആഭ്യന്തര മന്ത്രാലയം. UKയിലെ അഭയ സംവിധാനം ദുരുപയോഗം ചെയ്യുന്ന ഷാം അഭിഭാഷകർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ചു. BBC നടത്തിയ രഹസ്യാന്വേഷണത്തിൽ അഭയാർത്ഥികളെ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്ന മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണിത്. ആയിരക്കണക്കിന് പൗണ്ടുകൾ ഈടാക്കി അഭയാർത്ഥികൾ തങ്ങൾ സ്വവർഗാനുരാഗികളാണെന്ന് വ്യാജമായി നടിച്ചുകൊണ്ട് രാജ്യത്ത് തുടരാൻ ശ്രമിക്കുന്നതായാണ് വെളിപ്പെടുത്തൽ. ഇത്തരത്തിൽ സംവിധാനത്തെ വഞ്ചിക്കുന്നവരുടെ വിസ റദ്ദാക്കി അവരെ നാടുകടത്തുമെന്ന് മഹ്മൂദ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ലഭിക്കുന്ന അഭയ അപേക്ഷകൾ ഏകദേശം 35% വ്യാജമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളിൽ ലൈംഗിക ആഭിമുഖ്യം സംബന്ധിച്ച തെറ്റായ അവകാശവാദങ്ങൾ വർദ്ധിച്ചുവരുന്നു. വിഷയം പാർലമെന്റിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. കൺസർവേറ്റീവ് പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റുകളും നിലവിലെ നിയമപരിഷ്കാരങ്ങളിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇമിഗ്രേഷൻ നിയമങ്ങളിലെ പഴുതുകൾ അടച്ച് യഥാർത്ഥത്തിൽ സംരക്ഷണം ആവശ്യമുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം തട്ടിപ്പുകാരെ പുറത്താക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കാനും ആലോചനയുണ്ട്. വ്യാജ ഗാർഹിക പീഡന പരാതികൾ UK വിസ തട്ടിപ്പ് അന്വേഷണത്തിൽ. UK പൗരന്മാരുടെ പങ്കാളികളായി എത്തുന്ന വിദേശികൾ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ പഴുതുകൾ ഉപയോഗപ്പെടുത്തി വിസ സ്വന്തമാക്കുന്ന പുതിയ തട്ടിപ്പ് രീതി BBC അന്വേഷണം പുറത്തുകൊണ്ടുവരുന്നു. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് വിസ ലഭിക്കാൻ എളുപ്പമാണെന്ന സാഹചര്യം മുതലെടുത്ത് ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി വ്യാജ പരാതികൾ നൽകുന്ന രീതിയാണ് വ്യാപകമാകുന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന നിയമോപദേഷ്ടാക്കളുടെ പങ്കും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഓൺലൈൻ വഴി പരസ്യം നൽകി ഉപഭോക്താക്കളെ കണ്ടെത്തുന്ന ഏജന്റുമാർ പീഡനം അനുഭവിക്കാത്തവരെ പോലും മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വ്യാജ പരാതി നൽകാൻ പ്രേരിപ്പിക്കുന്നു. ഏകദേശം 900 പൗണ്ട് മുതൽ ഈടാക്കി 3 മാസത്തെ താൽക്കാലിക വിസയും പിന്നീട് സ്ഥിരതാമസത്തിനുള്ള അവസരവും ഇവർ വാഗ്ദാനം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത്തരം പരാതികളിലൂടെ വിസ നേടുന്നവരുടെ എണ്ണത്തിൽ 50% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് യഥാർത്ഥ ഇരകളുടെ വിശ്വാസ്യതയെ തകർക്കുന്നതിനോടൊപ്പം പല UK പൗരന്മാരുടെയും ജീവിതം പ്രതിസന്ധിയിലാക്കുന്നു. ഇമിഗ്രേഷൻ ഉപദേശക അതോറിറ്റി ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിയമം ദുരുപയോഗം ചെയ്യുന്ന ഏജന്റുമാരുടെ ലൈസൻസ് റദ്ദാക്കാനും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുമാണ് അധികൃതരുടെ തീരുമാനം. യഥാർത്ഥ സംരക്ഷണം ലഭിക്കേണ്ടവർക്കായി സംവിധാനം സുതാര്യമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നു. UKയിൽ വാടക വർധനവിന് ശമനം. 2017 ശേഷം ആദ്യമായി നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു. UKയിലെ സ്വകാര്യ വാടക വിപണിയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി തുടരുന്ന കുതിച്ചുചാട്ടത്തിന് വിരാമമിട്ടുകൊണ്ട് വാടക നിരക്കുകൾ സ്തംഭനാവസ്ഥയിലേക്ക്. 2017 ശേഷം ആദ്യമായാണ് ഒരു വർഷത്തിൻ്റെ ആദ്യ 3 മാസങ്ങളിൽ വാടക വർധനവ് രേഖപ്പെടുത്താതിരിക്കുന്നത്. പ്രമുഖ പ്രോപ്പർട്ടി വെബ്സൈറ്റായ റൈറ്റ്മൂവ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലണ്ടന് പുറത്തുള്ള പ്രദേശങ്ങളിൽ ശരാശരി മാസവാടക 1370 പൗണ്ടായി മാറ്റമില്ലാതെ തുടരുന്നു. വാടകക്കാർക്ക് താങ്ങാനാവുന്ന പരിധിക്ക് അപ്പുറത്തേക്ക് തുക ഉയർന്നതാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആവശ്യക്കാർ കുറഞ്ഞതോടെ വാടകക്കാരെ കണ്ടെത്താനായി ഉടമകൾ നിരക്കുകൾ കുറയ്ക്കാൻ നിർബന്ധിതരാകുന്നു. ഏകദേശം 26% ലിസ്റ്റിംഗുകളിലും ഇത്തരത്തിൽ വില കുറച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇറാൻ യുദ്ധം ജീവിതച്ചെലവ് വർദ്ധിപ്പിച്ചതും വിപണിയെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും യുദ്ധം മൂലം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആളുകൾ UKയിലേക്ക് കുടിയേറുന്നത് ചില മേഖലകളിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. മെയ് 1 പ്രാബല്യത്തിൽ വരുന്ന റെന്റേഴ്സ് റൈറ്റ്സ് ആക്ട് പ്രകാരം സെക്ഷൻ 21 റദ്ദാക്കപ്പെടുമെങ്കിലും അതിനു മുന്നോടിയായി വാടക വിപണിയിൽ വലിയ മാറ്റങ്ങളൊന്നും നിലവിൽ പ്രകടമല്ല. ലഭ്യമായ വീടുകളുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് 3% വർദ്ധിച്ചതും വാടകക്കാർ തമ്മിലുള്ള മത്സരം കുറയാൻ സഹായിച്ചു. സോഷ്യൽ മീഡിയ നിരോധനം. 16 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള നിർദ്ദേശം UK പാർലമെന്റ് തള്ളി. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കണമെന്ന നിർദ്ദേശം 2ാം തവണയും UK പാർലമെന്റ് വോട്ടിനിട്ട് തള്ളി. ഹൗസ് ഓഫ് ലോർഡ്സ് കൊണ്ടുവന്ന ഭേദഗതിക്ക് വിരുദ്ധമായി 150-നെതിരെ 256 വോട്ടുകൾക്കാണ് ഗവൺമെന്റ് പക്ഷം വിജയിച്ചത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ സ്വന്തം കൺസൾട്ടേഷൻ നടപടികൾ പുരോഗമിക്കുന്നതിനാലാണ് ഈ തീരുമാനം. സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികൾ മൂലം മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ക്യാമ്പയിൻ ഗ്രൂപ്പുകളുടെയും ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഈ വോട്ടെടുപ്പ് നടന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളിൽ അടിമത്തം ഉണ്ടാക്കുന്നുവെന്നും ഇത് മാനസികാരോഗ്യത്തെ തകർക്കുന്നുവെന്നും ഇവർ വാദിക്കുന്നു. എന്നാൽ നിരോധനത്തിന് പകരം നിലവിലുള്ള ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി ടിക്ടോക്ക്, എക്സ്, മെറ്റ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ചർച്ച നടത്തും.
ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് പോലുള്ള അഡിക്റ്റീവ് ഫീച്ചറുകൾ നിയന്ത്രിക്കാനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കമ്പനികൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് സ്റ്റാർമർ ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയ നിരോധനം സംബന്ധിച്ച് അന്തിമ തീരുമാനം അടുത്ത മാസം അവസാനിക്കുന്ന കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഉണ്ടാകൂ. അതുവരെ കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യുകെയിൽ സജീവമായി തുടരും. ലണ്ടനിൽ ഗർഭിണിയുടെ മരണം. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി. സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ എൽത്താം റോഡിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ ഗർഭിണിയും ഗർഭസ്ഥ ശിശുവും കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 മെട്രോപൊളിറ്റൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ആരംഭിച്ചു. 2024 ഒക്ടോബറിൽ നടന്ന ഈ അപകടത്തിൽ 38 വയസ്സുള്ള യുവതിയാണ് മരിച്ചത്. സംഭവത്തിൽ വിപുലമായ അന്വേഷണം നടത്തിയ സ്വതന്ത്ര പോലീസ് അന്വേഷണ ഏജൻസിയായ IOPC സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. പോലീസ് വാഹനം ഓടിച്ചിരുന്ന 56 വയസ്സുകാരനായ PC ക്രിസ് ജോൺസിനെതിരെ അപകടകരമായ ഡ്രൈവിംഗിലൂടെ മരണം സംഭവിപ്പിച്ചു എന്ന ഗുരുതരമായ കുറ്റമാണ് ചുമത്തിയത്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന 2ാമത്തെ പോലീസ് വാഹനം ഓടിച്ചിരുന്ന മുൻ ഉദ്യോഗസ്ഥൻ ഡാനി ടോംകിൻസൺസിനെതിരെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ വാഹനം ഓടിച്ചതിനും നടപടിയെടുത്തു. യുവതി സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് അമിത വേഗത്തിൽ വന്ന പോലീസ് വാഹനം ഇടിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. യുവതിയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ഡോക്ടർമാർ കഠിന ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഈ ഉദ്യോഗസ്ഥർ മെയ് 28-ന് വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. പോലീസ് സേനയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ വലിയ വീഴ്ചയിൽ ഗ്രീൻവിച്ച് പോലീസ് ചീഫ് ജെയിംസ് ഡഹ ഖേദം പ്രകടിപ്പിച്ചു. കോടതി നടപടികളിലൂടെ നീതി ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് യുവതിയുടെ കുടുംബം. ഡ്രൈവിംഗ് ഫീസ് വെളിപ്പെടുത്താതെ ഉപഭോക്താക്കളെ കബളിപ്പിച്ചു. AAയും BSAയും 7,60,000 പൗണ്ട് തിരിച്ചു നൽകണം. യുകെയിലെ പ്രമുഖ ഡ്രൈവിംഗ് സ്കൂളുകളായ AA, BSM എന്നിവർ ഉപഭോക്താക്കളെ വഞ്ചിച്ച് അധിക ഫീസ് ഈടാക്കിയതിന് വൻതുക പിഴയൊടുക്കാൻ ഉത്തരവ്. ഓൺലൈൻ ബുക്കിംഗ് വേളയിൽ യഥാർത്ഥ വില മറച്ചുവെച്ച് ഡ്രിപ്പ് പ്രൈസിംഗ് എന്ന നിയമവിരുദ്ധ രീതി അവലംബിച്ചതിനാണ് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി നടപടിയെടുത്തത്. ഇതിന്റെ ഭാഗമായി 80,000-ഓളം പഠിതാക്കൾക്ക് തങ്ങൾ നൽകിയ അധിക തുക റീഫണ്ടായി ലഭിക്കും. കുറഞ്ഞ വില കാണിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുകയും പണമടയ്ക്കുന്ന ഘട്ടത്തിൽ ബുക്കിംഗ് ഫീസ് എന്ന പേരിൽ തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ പാഠങ്ങൾ ബുക്ക് ചെയ്തവർക്ക് ഏകദേശം 7,60,000 പൗണ്ട് ആകെ റീഫണ്ടായി നൽകണം. ഓരോ വ്യക്തിക്കും ശരാശരി 9 പൗണ്ട് വീതം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനു പുറമെയാണ് നിയമലംഘനത്തിന് 4.2 മില്യൺ പൗണ്ട് പിഴ ചുമത്തിയത്. ഉപഭോക്താക്കൾ റീഫണ്ടിനായി പ്രത്യേകിച്ച് അപേക്ഷ നൽകേണ്ടതില്ലെന്നും അർഹരായവരെ കമ്പനി നേരിട്ട് ബന്ധപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. യുകെയിലെ പുതിയ ഡിജിറ്റൽ മാർക്കറ്റ്സ് കോമ്പറ്റീഷൻസ് ആൻഡ് കൺസ്യൂമർ ആക്ട് പ്രകാരമുള്ള ആദ്യത്തെ വലിയ നടപടിയാണിത്. ജീവിതച്ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് CMA ചീഫ് എക്സിക്യൂട്ടീവ് സാറ കാർഡൽ മുന്നറിയിപ്പ് നൽകി. സ്പെയിനിൽ 1,00,000-ഓളം രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് നിയമപരമായ പദവി. ചരിത്രപരമായ തീരുമാനം. സ്പെയിനിലെ 1,00,000-ഓളം വരുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് നിയമപരമായ പദവി നൽകാനുള്ള ചരിത്രപരമായ തീരുമാനത്തിന് ഗവൺമെന്റ് അംഗീകാരം നൽകി. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുമായാണ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കം. സ്പെയിനിൽ നിലവിൽ രേഖകളില്ലാതെ താമസിക്കുന്ന 5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നതാണ് പുതിയ നിയമം. രാജ്യത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ടത് നീതിയുടെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രായമേറുന്ന ജനസംഖ്യയുള്ള സ്പെയിനിൽ പൊതുസേവനങ്ങളും സമ്പദ്വ്യവസ്ഥയും നിലനിർത്താൻ ഇത്തരം തൊഴിലാളികളുടെ സേവനം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുതിയ നിയമപ്രകാരം അപേക്ഷിക്കുന്നവർക്ക് 1 വർഷത്തെ പുതുക്കാവുന്ന താമസാനുമതി ലഭിക്കും. അപേക്ഷകർ കഴിഞ്ഞ 5 മാസമായി സ്പെയിനിൽ താമസിക്കുന്നവരായിരിക്കണം. കൂടാതെ യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്തവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ. ഏപ്രിൽ 16 മുതൽ ജൂൺ അവസാനം വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് മികച്ച ജീവിത സാഹചര്യവും നിയമപരമായ പരിരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കും. ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ സ്പെയിനിലെ കത്തോലിക്ക സഭ സ്വാഗതം ചെയ്തപ്പോൾ പ്രതിപക്ഷമായ പീപ്പിൾസ് പാർട്ടി ഇതിനെ ശക്തമായി എതിർത്തു. ഈ നീക്കം നിയമവിരുദ്ധമായി രാജ്യത്തെത്തുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് അവർ ആരോപിക്കുന്നു. സ്പെയിനിൽ മുൻപും ഇത്തരം പൊതുമാപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി 2005-ൽ 5,77,000 പേർക്ക് ഇതുപോലെ താമസാനുമതി നൽകിയിരുന്നു. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുമ്പോഴാണ് സ്പെയിൻ ഇത്തരമൊരു ഉദാരമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്.
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.